ചെന്നിത്തല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ക്രിസ്തുവിൽ ബഹുമാന്യനായ JP വർഗീസ് എന്നറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായ ആശയമായിരുന്നു പെന്തക്കോസ്ത് ഐക്യവേദി. എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക, സുവിശേഷം എല്ലാ ഇടങ്ങളിലും എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പ്രിയരെ, ഇത് 2K ജനറേഷൻ്റെ കാലമാണ്. ഇത് യുവതലമുറയുടെ കാലമാണ്. 2K ജനറേഷൻ. ഞങ്ങളൊക്കെ ഏകദേശം 80 കാലഘട്ടത്തിലുള്ള ജനറേഷനാണ്. ഇപ്പം 2K ജനറേഷനൊപ്പം ഈ 40 കിടന്ന പ്രായത്തിലും ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം എത്താനൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പ്രത്യേകതകളുള്ള നാടാണ് കേരളം. ഒത്തിരി പ്രത്യേകത, സാംസ്കാരികമായിട്ട്, രാഷ്ട്രീയമായിട്ട്, സാമ്പത്തികമായിട്ട്, വിദ്യാഭ്യാസ മേഖലയിൽ, എല്ലാ മേഖലകളിലും ഉയർന്നു നിൽക്കുന്ന മനോഹരമേറിയ കൊച്ചു കേരളം. വിദ്യാഭ്യാസം ഓരോ കുടുംബങ്ങളിലും സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുനിൽക്കുന്ന മനോഹരമേറിയ ഒരു കേരളം. ഈ നാട്ടിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രതിബദ്ധതകൾ അനിവാര്യമാണ്, ഉത്തരവാദിത്വങ്ങൾ. വളരെ ലളിതമായി യേശുക്രിസ്തുവിനുള്ള രക്ഷയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് 3 വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലോട്ട് തരാൻ ആഗ്രഹിക്കുന്നു. 1, വിശ്വസിക്കുക. 2, അംഗീകരിക്കുക. 3, ഏറ്റെടുക്കുക. ഒന്നാമത്തത് വിശ്വസിക്കുക, രണ്ടാമത്തത് അംഗീകരിക്കുക, മൂന്നാമത്തത് ഏറ്റെടുക്കുക. ആരെ വിശ്വസിക്കണം, ആരെ അംഗീകരിക്കണം, ആരെ ഏറ്റെടുക്കണം, അത് മനുഷ്യ മനസ്സിൻ്റെ മനസാക്ഷിക്ക് ഞങ്ങൾ വിട്ടുതരികയാണ്. ഈ പ്രമേയത്തിൻ്റെ പര്യവസാന സമയത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും ആരെ വിശ്വസിക്കണം, ആരെ അംഗീകരിക്കണം, ആരെ ഏറ്റെടുക്കണം. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു മനുഷ്യനും രംഗപ്രവേശനം ചെയ്യുവാൻ സാധ്യമല്ല. ആ വ്യക്തിയുടെ ഹൃദയം തുറന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ ഹൃദയം യേശുവിലേക്ക് അടുക്കാൻ കഴിയത്തുള്ളൂ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന സനാതന സുവിശേഷം, ആ സുവിശേഷം വരുത്തിയ മാറ്റങ്ങളൊന്നും ചെറുതല്ല. സമൂഹത്തിലുള്ള അരിഷ്ടരായിരിക്കുന്ന ആൾക്കാരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു, താഴ്ന്ന കിടക്കുന്ന വ്യക്തിയെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു. സുവിശേഷം ഉണ്ടാക്കിയ മാറ്റം വിപ്ലവകരമായ മാറ്റങ്ങളാണ്. വിപ്ലവകരമായ മാറ്റം. മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ ജീവിച്ച മനുഷ്യനെ എന്നേക്കുമായിട്ട് മദ്യത്തോട് വിട പറഞ്ഞ നല്ലൊരു മനുഷ്യനായി അവനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഏതെന്ന് ചോദിച്ചാൽ സുവിശേഷം. യുക്തിവാദിയായിരുന്നൊരു മനുഷ്യനെ ആ യുക്തിവാദിയുടെ ആശയങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഒരുവിധ പരിവർത്തനവും വരുത്താതിരുന്നപ്പോൾ യഥാർത്ഥ ദൈവത്തെ കണ്ട് യേശുവിലേക്ക് തിരിയാൻ കാരണം സുവിശേഷമാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിയത് സുവിശേഷമാണ്. സുവിശേഷം മാനവ സമൂഹത്തിൽ വരുത്തിയ മാറ്റം ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാണ്. ഒരിക്കലേ കേരളത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന മൺമറഞ്ഞുപോയ EK നായനാർ സാർ, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കുറേ ആൾക്കാർ കേരളത്തിലോട്ട് വന്നു. കേരളത്തിലേക്ക് വന്നപ്പോൾ കേരള ഗവൺമെൻറ്റാണ് അവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ചെറിയൊരു പരാജയം സംഭവിച്ചതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഇവിടെ ദേഹദണ്ഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അവസാനം EK നായനാർ സാറിനോട് കേന്ദ്രത്തിൽ ചോദിച്ചു, കേന്ദ്രത്തിൽ നിന്ന് കുറേ ആൾക്കാരെ കേരളത്തിലോട്ട് വിട്ടപ്പോൾ അവരെ വേണ്ടതിൽ എന്താ കരുതാഞ്ഞ്, ബഹുമാനിക്കാഞ്ഞ്, സ്നേഹിക്കാഞ്ഞെന്ന് നായനാർ സാറിനോട് ചോദിച്ചപ്പോൾ നായനാർ സാർ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: പടച്ചവനാണെങ്കിൽ പറഞ്ഞിട്ടേ വരാവൂ. തമാശയാണ് പറഞ്ഞത്. പടച്ചവനാണെങ്കിലും പറഞ്ഞിട്ടേ വരാവൂ. പറഞ്ഞിട്ട് വരാത്തത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന്. ഞങ്ങളുടെ പ്രസംഗ ഭാഷയെ പറഞ്ഞാൽ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ കൂട്ടുകാരെ, അങ്ങനെ പറഞ്ഞിട്ട് വന്നൊരു പടച്ചവനുണ്ടോ ഉലകത്തിൽ? ഉണ്ട് പ്രിയരെ. ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ്
ഈ ഉലകത്തിലേക്ക് അവതരിച്ച, ഈ ഉലകത്തിലേക്ക് അവതീർണമായി തീർന്ന ഒരുവനുണ്ടെങ്കിൽ അതത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ രംഗപ്രവേശനം ഈ ഭൂമിയിൽ അവിചാരിതമായി സംഭവിച്ചതല്ല, പെട്ടെന്നൊരു നിമിഷത്തിൽ സംഭവിച്ചതല്ല, പെട്ടെന്നൊരു കാലഘട്ടത്തിൽ സംഭവിച്ചതല്ല. അത് കാലസമ്പൂർണതയുടെ തികവിൽ സംഭവിച്ചതാണ്. യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജനനം പെട്ടെന്നൊരു നിമിഷത്തിലോ വേഗം സംഭവിച്ചതല്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് അവതീർണമായി തീർന്നതിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു, കൃത്യമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പദ്ധതി എന്നറിയാവോ? മനുഷ്യകുലം മൊത്തം പാപത്തിന് അടിമകളായിരിക്കുമ്പോൾ, ഇനി പാപം എന്ന വാക്ക് എങ്ങും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്താണ് പാപം? പാപത്തെക്കുറിച്ച് പറയില്ലെന്ന് പലരും പറയുന്നത്. കുഞ്ഞെ, ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന സകല മനുഷ്യരും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പാപികളാണ്. ഇല്ലെന്നൊരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മനുഷ്യൻ പാപിയായതുകൊണ്ട് ആ മനുഷ്യന്റെ പാപത്തിന് ഒരു മരണം അനിവാര്യമായിരുന്നു. പാപത്തിന് എന്തിനാണ് മരണം അനിവാര്യം? പാപം പരിഹരിക്കാൻ എന്തിനാണ് മരണം? അതേ പ്രിയരെ, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു മരണം അനിവാര്യമായിരുന്നു. ഈ ലോകത്തിലേക്ക് വന്ന പ്രസിദ്ധരായിരിക്കുന്ന പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും എല്ലാം ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി വന്നവരാ. എന്നാൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മരിക്കാൻ വേണ്ടി വന്നതാ. മരണം മുൻകൂട്ടി ഉറപ്പിച്ചു വന്നതാണ്. അങ്ങനെ ഒരാളെ എവിടെങ്കിലും കാണാൻ കഴിയുമോ? ഈ ലോകത്ത് ജനിച്ച സകല മനുഷ്യരും ജീവിക്കാൻ വേണ്ടി വന്നതല്ലേ? സകല മഹാരഥന്മാരും അക്രമ